ഫ്രണ്ട്സ് വെൽക്കം ടു കൺസ്ട്രക്ട് പോസ്റ്റ് ബില്ലിംഗ് സിസ്റ്റം. ഇത് നമ്മുടെ വെപ്പിൻ്റെ ബില്ലിംഗ് മെഷീനാണ്. ഇത് ആൾറെഡി നമ്മൾ 2 ലൈൻ വരുന്ന ബില്ലിംഗ് മെഷീനുകൾ ഒരുപാട് മോഡൽസ് ഉണ്ട്, നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പുതിയതായിട്ട് നമുക്ക് 4 ലൈൻസ് വരുന്ന ബില്ലിംഗ് മെഷീൻ വന്നിട്ടുണ്ട്. ഓക്കെ, വെപ്പ് BP എമർജി 25T. ഇത് 2 ഇഞ്ച് സൈസ് റെസിപ്റ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് 3 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ഇതാ ഇവിടെ കാണാൻ സാധിക്കും 1 2 3 4 ലൈൻസാണ് വരുന്നത്. ജസ്റ്റ് നമ്മളൊരു ഐറ്റം ഇപ്പോൾ മാനേജറായിട്ട് എൻ്റർ ചെയ്തു, പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം, അതുപോലെ രജിസ്റ്റർ, കാൽക്കുലേറ്റർ, ബില്ല്, ടോക്കൺ. നേരെ പക്ഷേ ഇതിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്തു. ഓക്കെ, ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് നെക്സ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴോട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ടോക്കൺ, കാൽക്കുലേറ്റർ, രജിസ്റ്റർ. നേരെ പക്ഷേ ഇതിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ലൈനിൽ കാണാൻ സാധിക്കും. അതുപോലെ ഐറ്റം ഇപ്പോൾ രജിസ്റ്റർ സെലക്ട് ചെയ്തു, ഐറ്റം നമ്പർ, ക്വാണ്ടിറ്റി, ടോട്ടൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഐറ്റം നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ്ലി ഒരു ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അപ്ഡേറ്റഡ് ഡിവൈസാണ് വരുന്നത്. ഇത് നമുക്ക് ഐറ്റംസ് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ നോക്കാം. മെനു എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. അതിൽ ഐറ്റം ഡാറ്റാബേസ് എന്ന ഓപ്ഷൻ എൻ്റർ പ്രസ് ചെയ്യാം. ശേഷം ആഡ് ഐറ്റം എന്ന ഓപ്ഷനിൽ എൻ്റർ പ്രസ് ചെയ്യാം. ഇവിടെ ഐറ്റത്തിന് നമ്പർ കൊടുക്കുക. ആൾറെഡി നമ്മൾ ഒരു ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ട്, നമ്പർ 2 ആണ്. ഇപ്പോൾ നമ്പർ 2 സെലക്ട് ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. എൻ്റർ എന്നുള്ള ബട്ടണാണ് വരുന്നത്, ഗ്രീൻ ബട്ടണാണ്. ശേഷം ഐറ്റത്തിന് നെയിം കൊടുക്കുക, എൻ്റർ അടിക്കുക. ശേഷം നമുക്കതിന് കോഡ് കാര്യങ്ങൾ HSN കോഡ് ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. നെക്സ്റ്റ് യൂണിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് പീസാണോ പാക്കറ്റാണോ ബോട്ടിലാണോ എന്നൊന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ ജസ്റ്റ് പീസ് എന്ന നമ്പർ ഒന്ന് സെലക്ട് ചെയ്യാം, എൻ്റർ അടിക്കാം. ഇനി നമുക്ക് 3 4 റേറ്റ് സെറ്റ്. ഇപ്പോൾ ഇതിലിപ്പോൾ 1 2 3 ജസ്റ്റ് 10 രൂപ സെലക്ട് ചെയ്തു. രണ്ടാമതിന് മറ്റൊരു റേറ്റ്, ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ്, റീറ്റെയിൽ റേറ്റ്, ബൾക്ക് ക്വാണ്ടിറ്റി പ്രൈസ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ ബിസിനസ്സിനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ടീ ഷോപ്പാണ്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സിംഗിൾ റേറ്റാണ് കൊടുക്കുന്നത്. അവിടെ എൻ്റർ അടിക്കാം. ടാക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടാക്സ് പെർസെൻറ്റേജ് കൊടുക്കാം, ഡിസ്കൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം. അതിന് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓപ്ഷൻ കൂടി ഡിവൈസിൽ വരുന്നുണ്ട്. നമുക്ക് എത്ര അപ്പോൾ ഐറ്റം സേവ് ആയിട്ടുണ്ട്. നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് രജിസ്റ്ററിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ഐറ്റം നമ്പർ 1 ആൾറെഡി ടീ നമ്മൾ ആഡ് ചെയ്തതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഐറ്റം ആഡ് ചെയ്തിട്ടുള്ളത് വട. എൻ്റർ കൊടുക്കുക, ക്വാണ്ടിറ്റി കൊടുക്കുക, പ്രൈസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി പ്രൈസ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് പ്രൈസ് ചേഞ്ച് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. പ്രിൻറ്റ് സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് പ്രിൻറ്റ് കൊടുക്കുക, പ്രിൻറ്റ് വന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.